ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ളോഗ്സ്. ഇതെന്താണ് വീട്ടിൻ്റെ ഉള്ളിൽ ഒന്നും കാണാത്തത്? നമ്മുടെ ബേബിക്കുട്ടൻ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്, ഒന്നും അറിഞ്ഞിട്ടില്ല മൂപ്പരാൾ. പക്ഷെ ഞങ്ങളെല്ലാം അറിഞ്ഞു ഗൈസ്. അതിൻ്റെ വ്ളോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതൊരു വ്ളോഗൊന്നുമല്ല, ഞങ്ങൾ രാത്രി ഒരു സംഭവം ദുർഘടന ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത് ഒരു ഓർമ്മയ്ക്കായി വീഡിയോ എടുത്തു വെച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാമെന്ന്. എനിവേയ്സ്, ഈ ദുരന്ത കഥ എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കിപ്പോൾ അറിയാം. ആ വീട്ടിലത്തെ സാധനങ്ങൾ എവിടെയെന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഇനിയുള്ള കുറച്ച് ക്ലിപ്പിങ്സ് കണ്ടുവരൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചതെന്ന്. എന്തായാലും നല്ലൊരു വിചിത്രമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ എന്തായാലും ആ വീഡിയോസ് കണ്ടുവരും, എന്നിട്ട് ഞാൻ ബാക്കി ഇവിടെ എന്ത് സംഭവിച്ചു, ഭൂകമ്പം സംഭവിച്ചോ എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, വെള്ളം കാണാൻ ഇല്ല, എല്ലാം കുറഞ്ഞുണ്ട്. അതിൻ്റെ ഇളക്കം കുറഞ്ഞു. അവർ സന്ദർശിക്കാൻ വന്നാ കേട്ടോ. അവര് നോക്കണ്ടേ എത്രമാത്രം എന്താന്ന്. അമ്പൂ, അത് കണ്ടാ നിങ്ങള്? പുളിപ്പുളി പറയണ്ടല്ലോ. ട്രെയിനായി പോണ ട്രെയിനിൽ തുറന്നു പോകുന്നു അവിടേക്കൊക്കെ. ഇതാണ് വീടിൻ്റെ പുറത്തെ അവസ്ഥ കേട്ടോ. ഇത് കുറച്ചും കൂടി വെള്ളം താന്നിട്ടുള്ള സമയത്താണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ പോലും ഇതാണ് പുറത്തെ അവസ്ഥ. ഇനി അകത്തെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കാം ഗൈസ്. ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡാണ്, അതായത് ഗരാജാണ് ഈ കാണുന്നത്. മൊത്തം വെള്ളം ഗൈസ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ആ ഡോറ് തുറന്നാൽ ഇതായിരുന്നു കഴിഞ്ഞ രാത്രി നടന്ന സംഭവം, ഞങ്ങളുടെ കിച്ചൺ. ഇനി ഞങ്ങളുടെ മെയിൻ ഹാളിൽ അതിൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വെള്ളം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ക്ലിപ്പിങ്സ് കണ്ടല്ലോ. ബാക്കിൽ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞിട്ട് കുറേ വർഷമായി എൻ്റെ അമ്മ കൊച്ചിയിൽ വളരെയധികം ഇങ്ങനെ പേടിച്ച് ഇരിക്കാറുണ്ടായിരുന്നു. ഇത് കണ്ടോ, വാവ്, എന്താണ് യുകെയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നത്? യുകെയില് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വെള്ളപ്പൊക്കം ഉണ്ടായി ഗൈസ്. നിങ്ങൾക്ക് ആ വിഷ്വൽസ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോവറിൽ ഇന്നലെ തണ്ടർ സ്റ്റോമും പിന്നെ ഹെവി റെയിൻഫോളൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ അതിൽ ട്വിസ്റ്റ് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, രാത്രി ഒരു 10 മണിയൊക്കെ അതുവരെ ഞങ്ങൾ ഇവിടെ TV കണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കാൻ പോയിരുന്നു, ഞങ്ങൾ കിടക്കാൻ പോയി. അപ്പോൾ ആദ്യം വൈഫൈ അടിച്ചു പോയി. അപ്പം ഞാൻ ശ്രീകുട്ടനോട് പറഞ്ഞു, വൈഫൈ പോയല്ലോ, എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതേ സെക്കൻഡിൽ നമ്മൾ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാൻ പോയപ്പോൾ ഞാൻ ശ്രീകുട്ടനോട് പറഞ്ഞു, ഫാൻ പോയിട്ടുണ്ട്, അപ്പോൾ ട്രിപ്പായതാവും, എന്തെങ്കിലും കാരണവശാൽ നീ ഒന്ന് പോയി നോക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മേലെ ഇരിക്കുന്നുണ്ട്. ശ്രീകുട്ടൻ താഴെ വന്നപ്പോൾ എനിക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുളുഗുളു ഒത്തിരി വെള്ളം വരുന്ന ശബ്ദമല്ലേ, അതേപോലെ ഒരു ശബ്ദം. അപ്പം ഞാൻ ചോദിച്ചേ, എനിക്ക് തോന്നലോ. രണ്ടാമത് 3 പ്രാവശ്യം ഞാൻ ആ ശബ്ദം കേട്ടു. അപ്പം ഞാൻ ഓടി താഴെ വന്ന് നോക്കിയപ്പോൾ എന്താ, നമ്മളുടെ വീട്ടിൽ, അതായത് ഈ പരിസര ഭൂമി മൊത്തം നമ്മളുടെ വീട് മാത്രല്ല, നമ്മളുടെ പരിസരം, അതായത് നമ്മളുടെ ഈ വീടിന്റെ ഇതും പിന്നെ നമ്മളുടെ ഈ കോറിഡോറും ഏകദേശം മുട്ട് വരെ എന്നൊക്കെ പറയാം, അതുവരെ വെള്ളം. അപ്പൊ ഈ ഡോറ് തുറന്നപ്പോ ഇന്നിങ്ങനെ ക്ലീൻ ചെയ്തതാണ്.
ഇത് കണ്ടോ ഒരവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഫുൾ വെള്ളം കണ്ടോ. ബാക്കത്തെ വീട്ടുകാരെ എല്ലാവരും ഞാൻ കാണിച്ചത്. അപ്പോൾ ഫുൾ വെള്ളം, വെള്ളമോട് വെള്ളം, വെള്ളപ്പൊക്കം ഇൻ UK, ഇൻ ഡോവർ ഗൈസ്. ആ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ഫുൾ വെള്ളം. അങ്ങനെ തന്നെ പുറത്ത് ഞങ്ങൾ വിൻഡോ കൂടെ നോക്കുമ്പോൾ ഇതുവരെ വെള്ളം. കുഞ്ഞു കരയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മളുടെ വിൻഡോൻ്റെ പുറത്ത് എന്ന് പറയുമ്പോൾ റോട്ടിൽ ഏകദേശം ഈ വിൻഡോ വരെയുള്ള വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാറൊക്കെ ഏകദേശം ഫുള്ള്, ഞങ്ങളുടെ ഈ ലൈൻ ഫുള്ള് വെള്ളത്തിലായിരുന്നു. അതായത് കാറിന്റെ ആ ഒരു ടയർ കവർ ആവുന്ന വരെ വെള്ളമായിരുന്നു. അപ്പുറത്തെ വീട്ടുകാരുടെ കാറുകളും അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഡോവർ മൊത്തം ഇന്നലെ ഏകദേശം എത്രയോ ആൾക്കാരുടെ വീട്ടിൽ വെള്ളം കയറി. കുറെ പേരെ ഇവാക്വേറ്റ് ചെയ്തു, കുറെ പേരെ ഏതോ ഹോട്ടലിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കഥ ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പണി കിട്ടിയത് എന്താ വെച്ചാൽ UK അറിയാലോ, ഇവിടെ ഇങ്ങനെ നമ്മളുടെ താഴെ എന്താ പറയാ, ഇതിന് ഒന്നും കിളി പോയി. എന്താണ് ഇതിന് പറയാ? മാറ്റ് അല്ലല്ലോ, കാർപ്പറ്റ് ആണല്ലോ. നമ്മൾ തണുപ്പ് ആയതുകൊണ്ട് ഈ കാർപ്പറ്റ് മൊത്തം വെള്ളമായി. കാർപ്പറ്റിന്റെ അടി കൂടെ വെള്ളമായിട്ട് കാർപ്പറ്റൊക്കെ പൊങ്ങി ആകെ സീൻ. അങ്ങനത്തെ ഒരു പ്രശ്നം. ഞങ്ങളുടെ സോഫ മുങ്ങി, എല്ലാം മുങ്ങിട്ടോ. ഇപ്പൊ നമ്മളെല്ലാം ഇവിടുന്ന് മാറ്റി ഒരാള് വന്നിട്ട്, ഞാൻ കാണിച്ചല്ലോ അതിന്റെ ഷോട്ട് ഞാൻ കാണിച്ചുതരാം. ആള് വന്നിട്ട് ഈ കാർപ്പറ്റൊക്കെ മാറ്റി അതിന്റെ അടിയിൽ ഒരു കുഷനിങ് പോലെ, ഒരു സ്പോഞ്ചിന്റെ ഒരു കുഷനിങ് പോലത്തെ ഒരു സംഭവം ഉണ്ട്, ഒരു സ്പോഞ്ച് പോലത്തെ. അത് ഈ കാർപ്പറ്റിന്റെ അടിയിലുണ്ടായിരുന്നു. അപ്പൊ അത് മൊത്തത്തിൽ മുങ്ങിയത് കൊണ്ട് കാർപ്പറ്റ് നമ്മൾ എത്ര വാക്യൂം ചെയ്താലും, വാക്യൂം അല്ലല്ലോ, ആ വാട്ടർ സക്ക് എടുത്താലും ആ സ്പോഞ്ചിൽ നിന്ന് വെള്ളം കയറിയിട്ട് ആകെ മൊത്ത സീൻ. അപ്പൊ അയാൾ വന്നിട്ട് ആദ്യം ഇത് മാറ്റി സ്പോഞ്ചൊക്കെ പറിച്ച് പുറത്ത് എറിഞ്ഞു. എന്നിട്ട് പിന്നെ മൂപ്പര് വന്ന് ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്ത്. കാരണം നമുക്ക് കുഞ്ഞുവാവയും കൂടി ഉണ്ടായത് കൊണ്ട് നമുക്ക് ഒരു അഷുറൻസിന് വേണ്ടിയിട്ട് ആള് വന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്തു. കിച്ചന്റെ ഈ ഡ്രോ വരെ, താഴത്തെ ആ ഒരു സെക്ഷൻ വരെ വെള്ളമായിരുന്നു. അപ്പൊ ഇന്നലെ രാത്രി നമുക്ക് ആ കലാപരിപാടിയായിരുന്നു. എല്ലാം എടുത്ത് ഞങ്ങൾ പാക്ക് ചെയ്ത് മേലെ കൊണ്ടുവച്ചു. ഫ്രിഡ്ജ്, ഫ്രീസർ, വാഷിംഗ് മെഷീൻ എല്ലാം വെള്ളത്തിലായിരുന്നു. ആൻഡ് ഇത് നോക്കിയേ, ഞങ്ങളുടെ വേറൊരു കാർപ്പറ്റാട്ടോ. അതിനി ലോണ്ടറിക്ക് കൊടുക്കണം, എന്നാലേ അത് ലോണ്ടറി ചെയ്ത് നനഞ്ഞത് ഒക്കെ സെറ്റ് ആവുള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ ഗരാജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പം TV അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ, പിന്നെ കാർഡ്ബോർഡ് പെട്ടികൾ ഒക്കെ ഇതിലായിരുന്നു. അതൊക്കെ ഓപ്പൺ ആയിട്ട് ഇന്നലെ ഫുൾ വെള്ളം കയറി. ഇവിടെ ഫുൾ അലങ്കോലമായി. പാവം നമ്മളുടെ ബേബിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളും അവൻ്റെ പ്രാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം യൂസ് ഇല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ, പുത്തൻ സാധനങ്ങൾ, അവൻ്റെ കളിക്കണമല്ല മാറ്റൊക്കെ നനഞ്ഞു ഗൈസ്. ദാറ്റ് വാസ് എ ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാലും ഉണ്ട്. എന്ത് ചെയ്യാനാ, കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു കേട്ടോ. രാത്രി ഞങ്ങൾ താഴെ വന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ മുട്ടുകയറി വെള്ളം. ഇത് നാട്ടിൽ കേട്ടിട്ടേ ഉള്ളൂ. നാട്ടിൽ നമ്മൾ ഫ്ലഡൊക്കെ ഉണ്ടാകുമ്പോൾ, നമ്മുടെ വീട്ടിൽ ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആവുമെന്ന്, ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഞാനിത് ചുമ്മാ ഇന്നലെ ഷോർട്സ് ഒക്കെ കുറച്ച് നമ്മൾ എടുത്തു വെച്ചായിരുന്നു രാത്രി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് വ്ളോഗ് ചെയ്തേക്കാം, ഇതൊന്ന് ഈ ഒരു സങ്കടകരമായ കാര്യം അറിയിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഡോവറിലെ വെള്ളപ്പൊക്കമാണ് ഗൈസ് ഇന്നലെ സംഭവിച്ച കാര്യം. എനിവേസ്, ഇനി ഇതൊക്കെ ഞങ്ങൾ അടുക്കി പറക്കി വെച്ച് ഇപ്പോൾ ഏകദേശം 7 മണിയായി സമയം. ആൻഡ് മെയിൻ പണിക്കാരൻ ഇവിടെ വയ്യാതെയായിട്ട് ഇരിക്കുകയാണ്, ടയേർഡായി അല്ലേ. പിന്നെ ഈ പണിക്കാരിക്ക് മെയിൻ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവേനെ പാട്ടുപാടി എൻ്റർടൈൻ ചെയ്യുക എന്നാണ് ഈ പണിക്കാരിൻ്റെ ഒരു ഇത്. എനിവേസ്,
ഞങ്ങൾ ഇനി ഈ വീടൊന്ന് വീടാക്കി എടുക്കണം. എനിക്കറിയില്ല എന്താ ഇപ്പൊ ഉണ്ടായേന്ന്. ഓക്കെ ഗൈസ്, ഇഫ് യു അതെ എവിടെയോ മുല്ലപ്പെരിയാറുണ്ട് തോന്നുന്നു. അപ്പൊ ഞാൻ അവസാനം പറയുന്ന ആ ഡ്രില്ല് പറയുന്നില്ല. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഇതിൽ ലൈക്ക് ചെയ്യാനൊന്നുമില്ല. എനിവേസ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.